ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ദ ഹിന്ദു വേസ്റ്റ് വെൽക്കംസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ടുഡേസ് ഫസ്റ്റ് വേർഡ്. ഇന്നത്തെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇൻറ്റർസിഡേഡ് ആണ്. ഇൻറ്റർസിഡേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ രണ്ട് പേർക്കിടയിലുള്ള ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ വേണ്ടി ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് നമ്മൾ മീഡിയേറ്റ് ചെയ്യുന്നില്ലേ. നടുക്ക് ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഇടയ്ക്ക് പ്രശ്നമാണ്, ചിലപ്പോൾ എനിക്ക് മൂന്നാമത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, അയാൾ എൻ്റെ ഭാഗത്ത് നിന്ന് മറ്റേ ആളുടെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, മീഡിയേറ്റ് ചെയ്യണം, അതിനാണ് ഇൻറ്റർസീഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരാളുടെ ഭാഗത്ത് നിന്ന് മറ്റേ ആളുടെ സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്നതിനാണ് ഇൻറ്റർസീഡഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ ഇൻറ്റർസീഡഡ് വിത്ത് ദ ടീച്ചർ ടു ഗീവ് ഹർ ഫ്രണ്ട് അനദർ ചാൻസ് ടു സബ്മിറ്റ് ദ അസൈൻമെൻറ്റ്. സോ ആ ഒരു പെൺകുട്ടി അവളെ ഫ്രണ്ടിന് വേണ്ടി ടീച്ചറിനോട് സംസാരിച്ച് അവൾക്കൊരു അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ഒരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യം സംസാരിച്ച് അവൾ ഇൻറ്റർസീഡ് ചെയ്തു, ദാറ്റ് ഈസ് ഇൻറ്റർഫിയർ ചെയ്തു അല്ലെങ്കിൽ മീഡിയേറ്റ് ചെയ്തു. സോ ഇൻറ്റർഫിയർ അല്ലെങ്കിൽ മീഡിയേറ്റ് ചെയ്യുക, ഇൻ്റർവീൻ ചെയ്യുക എന്നാണ് എൻ്റെ സിനോണിംസ് വരുന്നത്. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് കാണാത്തോലെ നിറക്കുക, നിഗ്ലക്റ്റ് ചെയ്യുക, പ്രശ്നങ്ങൾ കണ്ടു പക്ഷേ തിരിഞ്ഞു നോക്കാതിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ആൻറ്റോണിംസ്. നൗ നെക്സ്റ്റ് സി ഡ്രേപ്ഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു സാധനത്തിനെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ ആവാം, പേഴ്സണിനെ ആവാം, എന്തിനാണ് എന്തെങ്കിലും കൊണ്ട് പൊതിഞ്ഞു വയ്ക്കുന്നതിനാണ് ഡ്രേപ്ഡ് എന്ന് പറയുന്നത്. ജനറലി ഈ ടേം യൂസ് ചെയ്യുന്നത് നമ്മളെ സോൾജേഴ്സ് ബോർഡറിൽ മരിക്കുവാണ്, അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യണം, അവരെ നമ്മളെ കോഫിൻ്റെ പുറത്ത് മറ്റേ ഇന്ത്യൻ ഫ്ലാഗിനെ പൊതിഞ്ഞ് വെച്ചാൽ കണ്ടിട്ടില്ലേ. സോ ദ സോൾജേഴ്സ് കോഫിൻ വാസ് ഡ്രേപ്ഡ് ഇൻ ഇന്ത്യൻ ഫ്ലാഗ്. പൊതിഞ്ഞ് വെച്ചേക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രേപ്ഡ് എന്ന് പറയുന്നത്. ജനറലി ആ ടേം അവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ദേ ലൂസ് ദിയർ ലൈഫ്സ്. സോ ഇവിടെ കണ്ടോ, ദ ഫ്ലാഗ് വാസ് ഡ്രേപ്ഡ് ഓവർ ദ കോഫിൻ ആസ് എ സൈൻ ഓഫ് ഓണർ. സോ ആ കോഫിൻ്റെ മുകളിൽ ഫ്ലാഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്ലാഗ് വെച്ച് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സൈൻ ഓഫ് ഓണർ. ഓക്കെ, ലെറ്റ്സ് സീ സിനോണിം ഹങ് ഓർ കവേർഡ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ അൺകവേർഡ് ഓർ എക്സ്പോസ്ഡ്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കൊറോബറേറ്റ് ചെയ്യുക. ടു കൊറോബറേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പോയിന്റ് പറഞ്ഞു, എന്നിട്ട് സപ്പോസ് വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ പോയിന്റിനെ പ്രൂവ് ചെയ്യാൻ വേറെ അഡീഷണൽ ഫാക്ട്സോ അല്ലെങ്കിൽ അഡീഷണൽ പ്രൂഫോ വെച്ചിട്ട് അതിനെ കുറേ കൂടെ സ്ട്രോങ് ആക്കുന്നു. അതിനാണ് കൊറോബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തെ, തഥ്യത്തെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും, കൊറോബറേറ്റ് ചെയ്യാന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പോലീസ് ഒരു മർഡർ നടന്നു, പോലീസ് സസ്പെക്ട് ചെയ്യുന്ന മർഡറാണ്, എന്നിട്ട് മർഡറിൻ്റെ രീതിയിലുള്ള എന്തെങ്കിലും എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ എവിഡൻസ് പോലീസ് സസ്പെക്ട് ചെയ്യുന്ന കാര്യത്തിനെ കൊറോബറേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ് ഹിയർ. സോ ദ വിറ്റ്നസ്സസ് ടെസ്റ്റിമോണി കൊറോബറേറ്റഡ് ദ സസ്പെക്ട്സ് അലബൈ. സോ സസ്പെക്റ്റിൻ്റെ അലബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു കേസിൽ ഒരാൾ സസ്പെക്റ്റാണ്, ഞാൻ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് സംശയമുണ്ട്, പക്ഷേ അതേ സമയത്ത് അയാൾ വേറെ ഒരു സ്ഥലത്തായിരുന്നെന്ന് തെളിവ് കാണിക്കാൻ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ അലബൈ എന്ന് പറയും. അപ്പോൾ ആ വിറ്റ്നസിൻ്റെ മൊഴി എന്താണ്, ഈ സസ്പെക്റ്റിൻ്റെ അലബൈനെ കൊറോബറേറ്റ് ചെയ്തു അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്തു, അത് സ്ട്രോങ് ആയിട്ട് പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. ഓക്കെ, സോ കൺഫേം ചെയ്യുക അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക, അതാണ് സിനോണിം. റെഫ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതിനാണ് ആൻറ്റോണിം എന്ന് പറയുന്നത്, അതിൻ്റെ ആൻറ്റോണിം. ഓക്കെ, ലെറ്റ്സ് സീ സർക്കംസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബന്ധനസ്ഥനായിരിക്കുന്നില്ലേ, അത് നമ്മളെ ഫിസിക്കലിയും എവിടെയെങ്കിലും നമ്മളെ ബന്ധസ്ഥനാക്കിയിട്ടൊക്കെയാണെങ്കിലും പറയാം, അല്ലെങ്കിൽ നമ്മളെ മെൻ്റലി അല്ലെങ്കിൽ സോഷ്യലി അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലി നമ്മളെ ഒരു സർക്കിളിനകത്ത് നമ്മളെ പിടിച്ചിട്ടൊക്കെയാണെങ്കിൽ, അകപ്പെടുത്തിയിട്ടൊക്കെയാണെങ്കിൽ, ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ സർക്കംസ്ക്രൈബ്ഡ്. സർക്കംസ്ക്രൈബ്ഡ് സിംപ്ലി മീൻസ് ദാറ്റ് റെസ്ട്രിക്റ്റഡ് ഓർ ലിമിറ്റഡ് വിതിൻ ബൗണ്ടറീസ്. ഇറ്റ് ക്യാൻ റെഫർ ടു ഫിസിക്കൽ ബൗണ്ടറീസ് ഓർ ലിമിറ്റേഷൻസ് ഇൻ സ്കോപ്പ്, ഫ്രീഡം ഓർ ആക്ടിവിറ്റി. സോ മാനസികമായിട്ടുള്ള ബൗണ്ടറീസിൻ്റെ റെസ്ട്രിക്ഷനും ആവാം, ഫിസിക്കൽ ബൗണ്ടറീസിൻ്റെ റെസ്ട്രിക്ഷനും ആവാം, ഫിസിക്കലി റെസ്ട്രിക്റ്റ് ചെയ്യണതും ആവാം. ഓക്കെ, സോ ഫ്രീഡം ഓഫ് സ്പീച്ച് വാസ് സർക്കംസ്ക്രൈബ്ഡ് ബൈ സ്ട്രിക്ട് റെഗുലേഷൻസ്. സോ പുതിയ റെഗുലേഷൻസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കാരണം അവളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്തായി, തടസ്സപ്പെട്ടു, അല്ലെങ്കിൽ അത് സർക്കംസ്ക്രൈബായി, ബ്ലോക്കായി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇതിനകത്ത് പരിമിതിക്കകത്ത് ഒതുക്കി തീർത്തു. ഓക്കെ, സോ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺഫൈൻ ചെയ്യുക, ദാറ്റ് മീൻസ് യു ആർ പുട്ടിങ് ഓൾ ദോസ് തിങ്സ് ഇൻ ദ സർക്കിൾ. സർക്കിളിലൂടെ ഇതാണ് അൺലിമിറ്റഡ്, അൺറെസ്ട്രിക്റ്റഡ്, ആൻറ്റോണിംസ്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്, ദാറ്റ് ഈസ് സ്കോജ്. സ്കോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം വളരെയധികം സഫറിങ് ഉണ്ടാക്കുന്നുണ്ട്, പെയിൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡെവാസ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കോജ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം പറയാണ് ദ കൊറോണ വൈറസ് വാസ് എ സ്കോജ് ഇൻ ദ സൊസൈറ്റി. ദാറ്റ് ഈസ് കൊറോണ വൈറസ് നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി പെയിൻ കൊണ്ടുവന്നു, ഡെവാസ്റ്റേഷൻ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. സോ എന്തെങ്കിലും കാര്യം നമുക്ക് പെയിൻ, സഫറിങ് അല്ലെങ്കിൽ ഡെവാസ്റ്റേഷൻ എക്സ്ട്രീം ലെവലിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്കോജ് എന്ന് പറയാം. പോവർട്ടി റിമൈൻസ് ദ സ്കോജ് ഇൻ മെനി പാർട്ട് ഓഫ് ദ പ്രോബ്ലം. പോവർട്ടി ഇന്നും പല ഭാഗങ്ങളിലും എന്താണ്, ഒരു വലിയ വേദനയായി നിൽക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് എ ബിഗ് പെയിൻ ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ഓക്കെ, സോ സംതിങ് ദാറ്റ് കോസസ് ഗ്രേറ്റ് സഫറിങ് ഓർ പെയിൻ. പ്ലേഗ്, കേഴ്സ്. പ്ലേഗ് നമുക്കറിയാലോ, ഒത്തിരി പെയിൻ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. കേഴ്സും അതേപോലെ തന്നെയാണ്.
അതിൻ്റെ ആൻറ്റോണിമാണ് ബ്ലെസ്സിങ്സ് ആൻഡ് ബൂം. ഓക്കെ, സോ ഇന്നത്തെ നമ്മൾ 5 വേർഡ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ് ദ മീനിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുക അത്ര ആൾക്കാർക്കും നോളജ് കിട്ടും. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേർഡ്സിൻ്റെ മീനിങ്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ലൈഫ് സിനാരിയോയിൽ ഇതിനെ യൂസ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. അങ്ങനെ ആകുമ്പോൾ എനിക്കത് നോക്കിയിട്ട് പറയാനും ആൻസർ കറക്റ്റ് ആണെന്ന് പറയാനും പറ്റും. ഗ്രാമർ നോക്കണ്ട, ജസ്റ്റ് യൂസേജ് മനസ്സിലാക്കുക. ആൻഡ് അതേപോലെ നിങ്ങൾക്കത് ഓർമ്മ നിൽക്കും ലോങ് ടേമിൽ. ഓക്കെ, ഇറ്റ്സ് എ ചോയ്സ്. സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.